ആയുർവേദ ചികിത്സാ രംഗത്ത് പാരമ്പര്യവും നൂതനവുമായ ശൈലി പിന്തുടർന്ന് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നു. കൊട്ടാരക്കര ഓടനാവട്ടം പള്ളിമുക്കിൽ ആരംഭിച്ച ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെന്റർ വേറിട്ടൊരു ആയുർവേദ ക്ലിനിക്കായി മാറുന്നു. ആർത്രൈറ്റിസ്, ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, സ്കിൻ ഡിസീസസ്, ജെറിയാട്രിക്സ് എന്നീ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാണ്. എല്ലാ മലയാള മാസവും പൂയ നക്ഷത്ര ദിവസം കുട്ടികൾക്ക് ബുദ്ധിയുടെ തെളിച്ചത്തിനും വികാസത്തിനും ഉതകുന്ന പ്രത്യേക അനുപാതത്തിൽ തയ്യാറാക്കിയ സ്വർണ്ണപ്രാശം ഏറ്റവും ഫലപ്രദമാണ്. ബംഗളൂരു ആശ്രയ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെൻറ്റർ മുൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VS ശ്രീലക്ഷ്മി BAMS MDയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് ചികിത്സ നിർണയം നടത്തുന്നു. ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെൻറ്റർ, പള്ളിമുക്ക്, ഓടനാവട്ടം. നമസ്കാരം, ആയുരാരോഗ്യത്തിലേക്ക് സ്വാഗതം. കൊറോണയ്ക്ക് ശേഷം കുട്ടികൾ ഉൾപ്പെടെ പഠന ആവശ്യങ്ങൾക്കായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ സ്കൂളുകൾ തുറന്നെങ്കിലും ഇന്നും അതിന്റെ ഉപയോഗം കുറയ്ക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. പല മാതാപിതാക്കളും കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് തന്നെ മൊബൈൽ ഫോണിൽ കാർട്ടൂണുകൾ കാണിച്ചാണ്. മൊബൈൽ ഫോണിന്റെ അനിയന്ത്രിതമായ അല്ലെങ്കിൽ അമിതമായ ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊട്ടാരക്കര ഓടനാവട്ടം ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെന്ററിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീലക്ഷ്മിയാണ്. നമസ്കാരം മാഡം. മൊബൈൽ ഫോൺ അഡിക്ഷൻ പ്രശ്നമാണോ? തീർച്ചയായും. ബാക്കി എല്ലാ അഡിക്ഷൻ കണക്കും സബ്സ്റ്റൻസ് അബ്യൂസ് കണക്ക് അഡിക്ഷൻ, മൊബൈൽ ഫോൺ അഡിക്ഷനും ഒരു അഡിക്ഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മളത് ബിഹേവിയറൽ പാറ്റേണിൽ ചേഞ്ചസ് വരികയാണ്. ഒരു ബിഹേവിയറിലാണ് ചേഞ്ച് വരുന്നത്. ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് തന്നെ പറയാം. ബാക്കി എല്ലാ സബ്സ്റ്റൻസ് യൂസുകളിലും വരുന്നതെന്ന് വെച്ചാൽ പർട്ടിക്കുലർ സബ്സ്റ്റൻസ് അവരെന്താണോ യൂസ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ സബ്സ്റ്റൻസിനോടാണ് ഒരു അബ്യൂസ് വരുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ അവരിപ്പോൾ നമ്മൾ മൊബൈൽ കാണുമ്പോൾ ഏതെങ്കിലും പ്രത്യേക കാർട്ടൂണോ എന്തെങ്കിലും റീൽസോ അങ്ങനെ എന്താണ് കാണുന്നത് വെച്ചാൽ അവർക്ക് അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷറുണ്ട്, ഒരു ജോയ്, ആ ഒരു ഫീലിങ്ങിനോട് വരുന്ന അഡിക്ഷനാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത്. മൊബൈൽ ഫോൺ അഡിക്ഷനും മാനസികാരോഗ്യം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും ഉണ്ട്. മൊബൈൽ ഫോൺ എക്സ്ട്രാ അധികമായിട്ട് കാണുമ്പോൾ കുട്ടികളുടെ ബിഹേവിയറൽ പാറ്റേൺസിൽ വ്യത്യാസം വരുന്നുണ്ട്. അതായത് കുട്ടികൾ നമ്മൾ കാഷ്വൽ ടോക്കിൽ തന്നെ കുട്ടികൾ ഭയങ്കരമായിട്ട് അജിറ്റേറ്റ് ആവുന്നുണ്ട്, അവർ ഭയങ്കര അഗ്രസീവ് ആവുന്നുണ്ട്. അങ്ങനെ ഒരു ബിഹേവിയറൽ പാറ്റേൺ തന്നെ വരുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി മുതലായ കാര്യങ്ങളിലേക്ക്, സ്ട്രെസ് കൂടിയിട്ട് ഡിപ്രഷൻ, ആങ്സൈറ്റി മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വഴി തെളിയിക്കുന്നു. മൊബൈൽ ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ളവര് സാമൂഹികമായിട്ട് ഐസൊലേറ്റഡ് ആയി പോകാറുണ്ടല്ലോ, അതിനെന്താണ് കാരണം? ഐസൊലേഷൻ മെയിൻലി വരുന്നത് നമ്മളിപ്പോൾ ഈ കുട്ടികളുടെ ബിഹേവിയറൽ ചേഞ്ചസിനെ പറ്റി ഞാനിപ്പോൾ പറഞ്ഞു. സാധാരണ കുട്ടികൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇവരുടെ പാറ്റേൺ തന്നെ ഒരു വ്യത്യാസമാണ്. ഒരു കൊച്ചു കാര്യം മതി, ഒരു സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ തന്നെ കുട്ടിക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, അതേപോലെ ഭയങ്കര അഗ്രസീവായിട്ട് ടാൻട്രംസ് എല്ലാം കാണിക്കുക. അതെല്ലാം കാണുമ്പോൾ ബാക്കി കുട്ടികൾക്ക് അവരായിട്ട് മിങ്കിൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് കാണും. ഈവൻ പേരൻസ് ആയാൽ തന്നെയും പറയാം അവനുമായിട്ട് കൂടുതൽ കൂട്ടുകൂടരുത് എന്ന് പറയാം. അങ്ങനെ കുട്ടികൾക്ക് ഒരു ഐസൊലേഷൻ വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്, വളരെ കൂടുതലാണ്. സ്മാർട്ട് ഫോണിന് അഡിക്റ്റ് ആണോ അല്ലെങ്കിൽ അടിമയാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? സ്മാർട്ട് ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികളിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് വിശപ്പിന് വ്യത്യാസം വരും, അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിന് വ്യത്യാസം വരും. ഒന്നുകിൽ അവർ കൂടുതലായിട്ട് ആഹാരം കഴിക്കും, പൊണ്ണത്തടി കണക്കുള്ള കണ്ടീഷൻസ് വരും, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത് വളരെ കുറവായിരിക്കും. ഈവൻ അവരുടെ സ്ലീപ്പ് പാറ്റേൺസ് അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവും. ഈ കുട്ടികൾക്ക് ഉറക്കം കാണില്ല. മെയിൻലി നമ്മൾ മെലാറ്റോണിൻ എന്ന് പറയുന്നൊരു ഹോർമോണാണ് ഈ സ്ലീപ്പ് വേക്ക് സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം മൂലം ബ്ലൂ റേസ് ആണ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നത്. അത് കാരണം ഇത് ഇൻഹിബിറ്റ് ചെയ്യുകയാണ്, ഈ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കാരണം കുട്ടികൾക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നം വരാറുണ്ട്. പിന്നെ ബിഹേവിയറൽ പാറ്റേൺ, നന്നായിട്ട് ബിഹേവിയറൽ ചേഞ്ചസ് വരാറുണ്ട്. അജിറ്റേറ്റഡ് ബിഹേവിയർ ആയിരിക്കും, ഭയങ്കര അഗ്രസീവ് ആയിരിക്കും കുട്ടികൾ. അതേപോലെ അവരുടെ ഹൈജീൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. പ്രോപ്പർ ഹൈജീൻ കെയർ ഒന്നും അവർ കൊടുക്കാറില്ലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടികൾ കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ആണെന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ഉറക്കക്കുറവ്, അതുപോലെ ഡിപ്രഷൻ, ഇത് കൂടാതെ വേറെ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം? ഒബേസിറ്റി ഒന്നാമതായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത് ഒബേസിറ്റിയാണ്. എന്ന് വെച്ചാൽ ഒരേ പോസ്റ്ററിൽ തന്നെ ഇരുന്നാണ് കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ
എനർജി ഫുഡ്, ഹൈ കലോറി ലോ എനർജി ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതെല്ലാം ചെല്ലുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. പിന്നെ ഈ ഹൈ കലോറി ലോ എനർജി ഫുഡും അതേപോലെ തന്നെ ഒറ്റ പോസ്റ്ററിൽ ഇരിക്കുന്നത് കാരണം കുട്ടികളുടെ മേധോധാതു വർദ്ധിക്കുകയും അവിടെ ഒബേസിറ്റിക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലീപ്പിൽ മെയിൻലി ഇൻസോംനിയ ആണ്, ഉറക്കക്കുറവാണ് കുട്ടികളിൽ മെയിനായിട്ട് കാണുന്നത്. പിന്നെ ഐ പ്രോബ്ലംസ്, അത് മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ്. മിക്ക കുട്ടികളിലും കാണുന്ന ഡ്രൈനസ് ഓഫ് ദ ഐസ്, അതെനിക്ക് ബ്ലേർഡ് വിഷൻ, അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, ഫാർ ഒബ്ജക്ട്സിനെയും നിയർ ഒബ്ജക്ട്സിനെയും ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, തലവേദന, ഇതൊക്കെ മെയിനായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ അവരുടെ ബിഹേവിയറൽ പാറ്റേൺസിൽ വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് അക്കാഡമിക്സിൽ പെർഫോമൻസ് എല്ലാം കുറവായിട്ട് വരുന്നു, അറ്റൻഷൻ ഡെഫിസിറ്റ് വരുന്നുണ്ട്, മെൻ്റലി ഭയങ്കര സ്ട്രെസ്സായിരിക്കും, ഡിപ്രഷൻ വരും. ഇതൊക്കെയാണ് മെയിനായിട്ട് കണ്ടുവരുന്ന ഹെൽത്ത് ഇഷ്യൂസ്. മൊബൈൽ ഫോൺ പരിമിതപ്പെടുത്തുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? തീർച്ചയായും മൊബൈൽ ഫോൺ പരിമിതപ്പെടുത്തുമ്പോൾ ഈ പറഞ്ഞ ഈ സൈഡ് എഫക്ട്സ് എല്ലാം ഒരുവിധം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നല്ല. നമുക്ക് ഇപ്പോൾ ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പാദാംശിക ക്രമം എന്ന് പറയും, അതായത് പതുക്കെ കൊണ്ട് 2 hours കാണുന്ന കുട്ടിയാണെങ്കിൽ 1.5 hours മൊബൈൽ കൊടുക്കുക, ബാക്കി ഹാഫ് അവർ ഔട്ട്ഡോർ എന്തെങ്കിലും ആക്ടിവിറ്റീസ് വിടുക. അങ്ങനെ ഓരോ വേറെ ആക്ടിവിറ്റീസിലേക്ക് അവരെ എൻഗേജ് ചെയ്യിച്ചിട്ട് പതുക്കെ നമുക്ക് ഈ അഡിക്ഷൻ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അഡിക്ഷൻ കുറയുന്നതനുസരിച്ചിട്ട് ഇവരുടെ ബിഹേവിയറൽ പാറ്റേൺസിൽ കുറേയൊക്കെ വ്യത്യാസം നമുക്ക് കൊണ്ടുവരുത്താൻ പറ്റും. മെയിനായിട്ടും ബിഹേവിയറൽ പാറ്റേൺസ് ചേഞ്ച് ആയാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഡിസോർഡേഴ്സും ഇവരിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ പൊടി കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാൻ പറ്റും? അത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പേരന്റൽ കെയർ തന്നെയാണ്. പേരന്റൽ അഷുറൻസ്, അവർക്കൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക പേരൻസിന്, ഇതിന്റെ സൈഡ് എഫക്ട്സും മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സും നല്ല ദൂഷ്യവശങ്ങളെ കുറിച്ചും നല്ല വശങ്ങളെ കുറിച്ചുള്ള നല്ലൊരു അവയർനെസ് പേരൻസിന് തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്കൂൾ ലെവലിൽ ഒരു അവയർനെസ് കൊടുക്കണം. പിന്നെ കുട്ടികളെ നമ്മൾ പതുക്കെ ഇതിൻ്റെ നമ്മളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്താൽ എക്സസീവ് യൂസ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്, അത് പറഞ്ഞ് മനസ്സിലാക്കി മാറ്റിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ. അല്ലാതെ കുട്ടികൾ തന്നെ എന്തായാലും മാറ്റില്ല. നമ്മൾ ആ ഒരു അഡിക്ഷൻ ആയി കഴിഞ്ഞ സ്ഥിതിക്ക് കുട്ടികൾ എന്തായാലും തന്നെ മാറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ പേരൻസ് ആയിട്ട് തന്നെയാണ് മെയിൻലി ചെയ്യേണ്ടത്. പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണം. ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുക. ഈ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ ഒന്നും കൊണ്ടിരിക്കാതെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അവർക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കണ്ടെത്തി ആ കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുക, അവരെ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. വീഡിയോ ഗെയിംസ് പല രീതിയിലും കുഞ്ഞുങ്ങളെ ബാധിക്കാറുണ്ടല്ലോ. അവരുടെ അക്കാഡമിക് പെർഫോമൻസിലാണെങ്കിലും അവരുടെ സോഷ്യൽ ബിഹേവിയറിലാണെങ്കിലും പല രീതിയിലും ഈ ഗെയിംസ് ഒക്കെ അവരെ ബാധിക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട്? മെയിൻലി ഇപ്പം പറഞ്ഞ കണക്ക് തന്നെ പേരന്റൽ കെയർ, ആദ്യം പേരൻസിന് തന്നെയാണ് ഒരു അഡ്വൈസ് കൊടുക്കേണ്ടത്. പേരൻസ് തന്നെയാണ് ആദ്യം അത് ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കൊച്ചു കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിലും അവരുടെ ഒരു ടാൻട്രംസ് മാറ്റാനാണെങ്കിലും ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിലൊരു പ്ലഷറിന് വേണ്ടിയാണ് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത്. അത് കാരണം പേരൻസിന് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. ആ ഒരു ശീലം അത് പേരൻസ് ആദ്യമേ തന്നെ മാറ്റുക. അതേപോലെ സ്കൂൾ ലെവലിൽ ടീച്ചേഴ്സ് ആയാൽ തന്നെയും ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യാൻ പാടില്ലാത്തത്, അധികമായിട്ട് യൂസ് ചെയ്താലുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ കുഞ്ഞുനാൾ മുതലേ കുട്ടികളെ യോഗ, മെഡിറ്റേഷൻ, ബ്രീത്ത് എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ നല്ല മെൻ്റൽ കാംനെസ് കിട്ടാനും അതേവഴി വഴിതിരിഞ്ഞു പോവാതിരിക്കാനുമുള്ള ടെൻഡൻസി അങ്ങ് മാറിക്കിട്ടും. അത് കാരണം യോഗ, മെഡിറ്റേഷനൊക്കെ നന്നായിട്ട് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കുക നല്ലതാണ്. ഈ പറഞ്ഞ പോലെ പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിൽ വന്നാൽ അവർക്ക് അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ, സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ആരുമില്ല, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഫോണിൽ തന്നെയാണ്, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൽ പേരൻസിനും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും? പേരൻസ് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഹൗസിൽ നിന്ന് തന്നെയാണ് ഇത് മാറേണ്ടത്. അതെ, എന്നുവെച്ചാൽ പേരൻസിന്റെ ഫോൺ ഉപയോഗം ആദ്യം കുറയ്ക്കുക. പേരൻസിനെ കണ്ടാണ് കുട്ടികളും വളരുന്നത്. അവർ കൂടുതൽ നേരം ഫോൺ യൂസ് ചെയ്യുന്ന കാണുമ്പോഴാണ് കുട്ടികളും അതേ ടെൻഡൻസി കാണിക്കുന്നത് ഫോൺ യൂസ് ചെയ്യാനുള്ള. അപ്പോൾ പേരൻസ് തന്നെയാണ് ആദ്യം ഇത് മാറ്റേണ്ടത്. പിന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്തൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള അഡിക്ഷൻസ്. ഈസിലി അവൈലബിൾ ആണ്. ഇപ്പോൾ ഗാഡ്ജറ്റ് ആയാലും അതെ, വൈഫൈ കണക്ഷൻസ് ആയാലും അതെ, എല്ലാം ഈസിലി അവൈലബിൾ ആണ്, എവിടെ ചെന്നാലും ഉണ്ട്. അത് കാരണമാണ് എല്ലാവരും കൂടുതൽ അഡിക്റ്റ് ആവുന്നത്. അപ്പോൾ
സ്കൂൾ ലെവലിലും ടീച്ചേഴ്സ് ആയാലും കുട്ടികൾക്ക് നല്ലൊരു അവയർനെസ് ക്ലാസ് കൊടുക്കുക. ഈവൻ ഈ എന്താ പബ്ലിക് ഡ്രാമയൊക്കെ നടത്തില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് കുട്ടികൾക്ക് കുറച്ചൊക്കെ അവയർനെസ് ഉണ്ടാക്കിയാൽ തന്നെ ഒരുവിധം നന്നായിട്ട് ഇത് പരിഹരിക്കാൻ പറ്റുന്നതാണ് ഈ മൊബൈൽ ഗെയിമിങ്ങിന്റെ ഒക്കെ കാര്യങ്ങൾ. പണ്ടത്തെ കാലത്ത് പുറത്തുനിന്ന് കളിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ അമ്മമാരെ നിർബന്ധിച്ചാണ് വിളിച്ച് അകത്ത് കൊണ്ടുവന്ന് പഠിക്കാനോ എന്തെങ്കിലും കഴിക്കാനോ പറയുന്നത്. ഇപ്പൊ നേരെ തിരിച്ചാണ്. എപ്പോഴും ഫോണും കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മമാര് അല്ലെങ്കിൽ അച്ഛൻ നിർബന്ധിച്ച് കുഞ്ഞുങ്ങളെ പുറത്ത് പറഞ്ഞു വിടാറുണ്ട്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ഇപ്പം അധികം കാണാറില്ല. പണ്ട് അപ്പുറത്തെ വീട്ടിലെ കുട്ടികളും നമ്മുടെ ഈ പറഞ്ഞ നൈബേഴ്സ് ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കളിക്കാനും ഈ മീൻ പിടിക്കാനും ഒക്കെ പോകാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇപ്പൊ കാണാറില്ല. ഇതിനെല്ലാം കാരണം ഈ മൊബൈൽ അഡിക്ഷൻ തന്നെയല്ലേ? അതെ, ഈവൻ ഇപ്പോൾ ഉള്ളതെല്ലാം കൂടുതൽ ന്യൂക്ലിയർ ഫാമിലിയാണ്. പണ്ട് ജോയിന്റ് ഫാമിലി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതാവുമ്പോൾ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാനും കളിക്കുവാനും എല്ലാം കൂടുതൽ ഫ്രീഡം ഉണ്ടായിരുന്നു, കൂടുതൽ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ന്യൂക്ലിയർ ഫാമിലി വന്നപ്പോൾ അതും ഒരു പ്രശ്നം തന്നെയാണ്. അച്ഛൻ, അമ്മ, കുട്ടി, അത് മാത്രമേ കാണുള്ളൂ. അപ്പൊ കളിക്കാനും ഒരു സ്പേസ് ഇല്ല കുട്ടിക്ക് അവിടെ. ആ കാര്യങ്ങൾ നോക്കുമ്പോൾ പേരൻസ് തന്നെ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുത്ത് കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് അമ്മമാര് പല വീടുകളിലും കണ്ടിട്ടുണ്ട്. അമ്മമാര് ഫോൺ അല്ലെങ്കിൽ കാർട്ടൂൺ കാണിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്. അതൊക്കെ ഒരു തെറ്റായ പ്രവണതയല്ലേ? ആണ്, തീർച്ചയായും തെറ്റായ പ്രവണതയാണ്. അത് വീണ്ടും കുട്ടികൾക്ക് അഡിക്ഷൻ വർദ്ധിക്കുവാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പേരൻസ് ആയിട്ട് തന്നെ ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആദ്യം തന്നെ അത് യൂസ് കുറയ്ക്കുക തന്നെ വേണം കുട്ടികൾക്ക്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴായാൽ തന്നെയും കാർട്ടൂണൊക്കെ കണ്ട് കഴിക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണത്തിന്റെ ടേസ്റ്റ് തന്നെ കുഞ്ഞ് അറിയുന്നില്ല. അങ്ങനെ ഒരു കാര്യത്തിൽ നോക്കിയിരുന്ന് നമുക്ക് മൈൻഡിനൊരു ഇതുള്ളതെന്ന് വെച്ചാൽ കഴിവുള്ളതെന്ന് വെച്ചാൽ അത് ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ ഒരു ടൈമിൽ. നമ്മൾ കുഞ്ഞിനും കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ കോൺസെൻട്രേഷൻ മൊത്തം ആ കാർട്ടൂണിലായിരിക്കും. കഴിക്കുന്ന ഫുഡിനോടോ അതിന്റെ ടേസ്റ്റോ ഒന്നും കുഞ്ഞറിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവണത ഒരിക്കലും നല്ലതല്ല. ഡിജിറ്റൽ സാക്ഷരത ഇന്നത്തെ കാലത്ത് പ്രധാനമാണ്. അപ്പോൾ സുരക്ഷിതമായി അല്ലെങ്കിൽ ആരോഗ്യകരമായ വഴികളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? കുട്ടികൾക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, അവയർനെസ് കൊടുക്കുക. എന്താണ് ഇതിന്റെ സൈഡ് എഫക്ട്സ്, ദൂഷ്യവശങ്ങളും നല്ല വശങ്ങളും നല്ല പോലെ ഒരു അവയർനെസ് ക്ലാസ് കുട്ടികൾക്കും പേരൻസിനും കൊടുക്കുക. പിന്നെ പേരൻസിന് ഒരു കൺട്രോൾ വേണം. കുട്ടികൾ എന്തൊക്കെയാണ് കാണുന്നത്, സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പേരൻസ് അവെയർ ആയിരിക്കണം, എപ്പോഴും അവെയർ ആയിരിക്കണം. കുട്ടികൾ വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ചാൻസസ് ഉണ്ട്. അതേനൊക്കെ തന്നെ സെക്ഷലി അബ്യൂസ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അല്ലാത്ത തന്നെ എന്തെങ്കിലും അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണാൻ ചാൻസസ് ഉണ്ട്. അപ്പം നമ്മളൊരു കൺട്രോൾ വേണം. പേരൻസ് എന്ന നിലയ്ക്ക് പേരൻസ് നല്ലൊരു കൺട്രോൾ ഇട്ട് കുട്ടികൾക്ക് ഇതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് നല്ലൊരു അവബോധം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗാഡ്ജറ്റ് മിസ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ സോഷ്യൽ മീഡിയാസ് പല രീതിയിലും കുഞ്ഞുങ്ങളെ ബാധിക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ കാണാൻ പാടില്ലാത്ത പല കണ്ടന്റ്സും നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ അവർ ഏതൊക്കെ രീതിയിൽ അവരെ അവിടെ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും? മെയിൻലി നമുക്ക് പറയാൻ പറ്റുന്നത് സൈക്കോതെറാപ്പിയാണ്. കുട്ടികൾക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുക. ഇങ്ങനെയുള്ള ബിഹേവിയറൽ ഇഷ്യൂസോ അതേ കണക്ക് തന്നെ വേണ്ടാത്ത മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന കുട്ടികൾക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുക. പിന്നെ അവരുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞ പോലെ യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം, ആസനങ്ങൾ എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ മൈൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു തോട്ട്സ് വരുമ്പോൾ, ഇത് കാണാനുള്ളൊരു തോട്ട്സ് വരുമ്പോൾ നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള സത്വാവചി ചികിത്സ എന്ന് ആയുർവേദത്തിൽ പറയും. നമ്മുടെ മൈൻഡിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ഇപ്പം ഇങ്ങനൊരു തോട്ട്സ്, എനിക്കിത് വേണം എന്നൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ വേണ്ട എന്ന് മാറ്റി ചിന്തിക്കാനുള്ളൊരു കഴിവ് നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. അത് ഈ മെഡിറ്റേഷൻ വഴിയും യോഗ വഴിയൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ കോവിഡ് കാലത്ത് തുടങ്ങിയതാണെങ്കിലും ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയ സമയത്താണെങ്കിലും ഇപ്പോഴും പലരും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സംഭവമാണ് നോട്ട്സ് ഒക്കെ. സ്കൂളിലെ നോട്ട്സ് ഒക്കെ ഇതുപോലെ ഫോണിൽ ഇട്ട് കൊടുക്കുക, വാട്സാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ നോട്ട്സ് എല്ലാം കോപ്പി ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് അത് പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. തീർച്ചയായും അവർക്ക് ഹെഡേക്ക്, നേരത്തെ ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞ കണക്ക് ഹെഡേക്ക്, ഐ സ്ട്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈവൻ പോസ്റ്ററൽ ഡിഫോമിറ്റീസ് വരാനും ചാൻസ് ഉണ്ട്. കുട്ടികൾ കൂടുതൽ നേരം ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന കാരണം അവർക്ക് നെക്ക് പെയിന്, ഷോൾഡർ പെയിന്, തമ്പ് യൂസ് ചെയ്താണ് കൂടുതൽ നേരം മൊബൈൽസ് യൂസ് ചെയ്യുന്നത്. അത് കാരണം തമ്പ് പെയിന്, അതേ കണക്ക് സ്പൈനിന്റെ പോസ്റ്ററിന് ഡിഫോമിറ്റി വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഒരേ ഇരിപ്പിലിരുന്ന് അത് ചെയ്യുന്നത് കാരണം. അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ മൊബൈൽ യൂസ് ചെയ്ത് നോട്ട്സ് എഴുതുന്നതൊക്കെ അതും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.
പല കുട്ടികളുടെയും ഒരു ക്രിയേറ്റിവിറ്റി ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ചെടുക്കും. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല. ഒന്നെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ GPT നോക്കുക. ഇതെല്ലാം ആ കുഞ്ഞുങ്ങളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവുകളെ നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ടല്ലോ. അതെ, അഡ്വാൻസ്മെന്റ് ഓഫ് ടെക്നോളജീസ് അതൊരു വലിയ വിഷയമാണ് ഈ കാര്യത്തിൽ. അതിന് നല്ല വശമുണ്ട്, ദൂഷ്യവശമുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ ക്രിയേറ്റിവിറ്റി എല്ലാം കുറയ്ക്കുന്ന ഒരു കാര്യമാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം അതും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പാരന്റ്സും ടീച്ചേഴ്സും തന്നെയാണ്. അവർക്കാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. ആയുർവേദ ചികിത്സാ രംഗത്ത് പാരമ്പര്യവും നൂതനവുമായ ശൈലി പിന്തുടർന്ന് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നു. കൊട്ടാരക്കര ഓടനാവട്ടം പള്ളിമുക്കിൽ ആരംഭിച്ച ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെന്റർ വേറിട്ടൊരു ആയുർവേദ ക്ലിനിക്കായി മാറുന്നു. ആർത്രൈറ്റിസ്, ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, സ്കിൻ ഡിസീസസ്, ജെറിയാട്രിക്സ് എന്നീ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാണ്. എല്ലാ മലയാള മാസവും പൂയ നക്ഷത്ര ദിവസം കുട്ടികൾക്ക് ബുദ്ധിയുടെ തെളിച്ചത്തിനും വികാസത്തിനും ഉതകുന്ന പ്രത്യേക അനുപാതത്തിൽ തയ്യാറാക്കിയ സ്വർണ്ണപ്രാശം ഏറ്റവും ഫലപ്രദമാണ്. ബംഗളൂരു ആശ്രയ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്റർ മുൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VS ശ്രീലക്ഷ്മി BAMS MDയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് ചികിത്സ നിർണയം നടത്തുന്നു. ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെന്റർ, പള്ളിമുക്ക്, ഓടനാവട്ടം. മൊബൈൽ അഡിക്ഷനെ കുറിച്ച് വിലപ്പെട്ട പല കാര്യങ്ങളും ഡോക്ടർ ശ്രീലക്ഷ്മി നമ്മളോട് ഷെയർ ചെയ്തിരിക്കുന്നുണ്ട്. വീണ്ടും ഒരു വിഷയവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.